പാരീസിലെ ഹൈസ്പീഡ് ട്രെയിൻ ട്രാക്കിൽ നടന്ന തീവെപ്പ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജർമ്മനി, UK, പാരീസ്, നെതർലാൻഡ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന യൂറോസ്റ്റാർ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് ഉൾപ്പെടെ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. കുറ്റവാളികൾക്ക് 15 മുതൽ 20 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് അന്വേഷണം. ഫ്രഞ്ച് നാഷണൽ റെയിൽവേയുടെ സുപ്രധാന ഹൈസ്പീഡ് ട്രാക്കിലാണ് തീപിടുത്തമുണ്ടായത്. ഒളിമ്പിക്സ് ഓപ്പണിംഗ് സെറിമണിക്ക് തൊട്ടുമുമ്പുണ്ടായ സംഭവമായതിനാൽ തന്നെ ഫ്രഞ്ച് സർക്കാർ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടു. ട്രാക്കുകൾ സുരക്ഷിതമല്ലെന്നുറപ്പായതോടെ ട്രെയിനുകൾ പലതും ഗതാഗതം നിർത്തി. 8 ലക്ഷത്തോളം പേരുടെ യാത്ര മുടങ്ങിയതായി ഫ്രഞ്ച് നാഷണൽ റെയിൽവേ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധപ്പെടുത്തി നടക്കുന്ന യൂറോസ്റ്റാർ ട്രെയിൻ നെറ്റ്വർക്കും യാത്ര മാറ്റിവെക്കാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അട്ടിമറി ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് ഫ്രഞ്ച് പ്രോസിക്യൂഷൻ അറിയിച്ചു. 15 മുതൽ 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണം ആരംഭിച്ച അധികൃതർ വ്യക്തമാക്കി. ഒളിമ്പിക്സ് ആഘോഷങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു. ഗുരുതര നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും അതീവ സുരക്ഷാ മേഖലയിലെ തീപിടുത്തം ഏറെ ഗൗരവം അർഹിക്കുന്നുണ്ട്. കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നഗരത്തിൽ എല്ലായിടങ്ങളിലും. ന്യൂസ് ഡെസ്ക്, ജനം.